ABPക്കാർ ബലാത്സംഗം ഭീഷണി ഉയർത്തിയെന്ന് ആരോപിച്ച ജവാന്റെ മകൾ ഗുർമേഹർ കൗറിനെ അധിക്ഷേപിച്ച് BJP സംഘപരിവാർ സംഘടനകൾ ഇന്ന് രംഗത്ത് വരികയുണ്ടായി. ഗുർമേഹറിനെ പിന്തുണയ്ക്കുന്നവർ പാക് അനുകൂലികളെന്നും ഇവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്നും ഹരിയാന BJP മന്ത്രി അനിൽ വിജ് വ്യക്തമാക്കി. ഗുർമേഹറിന് പിന്തുണയുമായി അതേസമയം ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ ഇന്ന് രംഗത്ത് വന്നു. കോടിയേരി ബാലകൃഷ്ണനും ABVPയെ ശക്തമായി വിമർശിച്ച് രംഗത്ത് വന്നു. ABVPയുടെ ഫാസിസ്റ്റ് സമീപനത്തിന് തെളിവാണ് ദില്ലിയിൽ ഉണ്ടായ സംഭവമെന്നാണ് കോടിയേരി വിമർശിച്ചത്. ഒക്കെയും ഉള്ള വിശദാംശങ്ങൾക്കൊപ്പം തന്നെ ഡാനിയേൽ ലെങ്താസയ്ക്കെതിരെയും അസഹിഷ്ണുതയുടെ തലങ്ങൾ വരുന്നു. തന്റെ അച്ഛനെ പിതാവിനെ കൊന്ന തീവ്രവാദികൾ ഇപ്പോൾ BJP നേതാക്കളെന്ന് ഡാനിയേലും ഉയർത്തുകയുണ്ടായി. ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കാൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭാർഗവ റാം, ഒപ്പം തന്നെ നിതീഷ് ABVP അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. DYFI ദേശീയ അധ്യക്ഷൻ മുഹമ്മദ് റിയാസ് ഒപ്പം ചേരും. ഒപ്പം മാധ്യമപ്രവർത്തകനായ ദേവദാസ് കൂടി നമ്മോടൊപ്പം തത്സമയം ചർച്ചയിൽ പങ്കുചേരും. നിതീഷ്, ഇന്ന് ഇന്ന് ക്യാമ്പസുകളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ തന്നെ പ്രതികരണത്തിന്റെ മറ്റൊരു തലങ്ങളിലേക്ക് സ്പർശിച്ചാൽ ഇവിടെ ഗുർമേഹർ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ഒട്ടനവധിയുണ്ട്. അതൊന്നും തന്നെ സ്പർശിക്കപ്പെടാതെ പ്രത്യാരോപണങ്ങൾ, ഒരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ്, ഒരു വിദ്യാർത്ഥിനിയാണ്, അതിനപ്പുറത്തേക്ക് ഉന്നയിച്ച ഘടകങ്ങളെ സ്പർശിക്കുന്നതിന് പകരം സംഘടിതമായ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ? ഇന്നുകൂടി ഇതിൻ്റെ ഈ വിഷയത്തിൽ ആ പെൺകുട്ടി മുന്നോട്ട് വെച്ച ഘടകങ്ങൾക്ക് യാതൊരു വിലയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ബന്ധപ്പെട്ടവരോ നൽകുന്നില്ല. അതിലെ ബലാത്സംഗമാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിനെ അർത്ഥത്തിലൊക്കെ തന്നെ അന്വേഷിക്കേണ്ട തലത്തിലൊന്നുമേ ഉണ്ടായിട്ടില്ല. ഇതൊരു ആരോപണമായി വരികയാണോ അതോ ഇതിലൊരു ഗൂഢനീക്കം ഇന്നും ഈ ദിനത്തിലും സംശയിക്കുകയാണോ? തീർച്ചയായും ഗുർമേഹർ കൗറിൻ്റെ ഈ പരാതി അത് വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് ABVP എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോപണം ഉയർന്നതിൻ്റെ പിറ്റേ ദിവസം ABVP ഈ വിഷയത്തിൽ പരാതി ഡൽഹി പോലീസിന് സമർപ്പിച്ചത്. ABVP ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ ABVPയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ശ്രീ നാഗേഷ് ഠാക്കൂർ അദ്ദേഹം പത്രത്തിൽ പ്രസ് റിലീസ് കൊടുക്കുകയുണ്ടായി. ഇത് മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ABVPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നാഗേഷ് ഠാക്കൂർ കൊടുത്ത പരാതി അല്ലെങ്കിൽ പ്രസ് റിലീസിൻ്റെ ന്യൂസാണ് ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ABVP ആദ്യം തന്നെ വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, അനാവശ്യമായിട്ട് ഈ വിഷയത്തിലേക്ക് ABVPയെ വലിച്ചിഴക്കുകയാണ്. 3 ദിവസമായിട്ടും ABVPയുടെ ഒരു പ്രവർത്തകനെ പോലും ഈ വിഷയത്തിൽ പ്രതി ചേർക്കാനോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ABVPക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലും പോലീസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ സൈബർ സെല്ല് പരാതി അന്വേഷിക്കുന്നു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുവരെയെങ്കിലും ഇന്ത്യയിലെ 70 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക്, ഇന്ത്യയിലെ 29 സംസ്ഥാനത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് ആ പ്രസ്ഥാനത്തെ ചളിവാരി എറിയാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും, പറഞ്ഞാൽ താങ്കൾ പറയുന്നത് പോലെ ABVPയെ കരിവാരി തേക്കാൻ വേണ്ടിയാണ് രക്തസാക്ഷിയായ ജവാന്റെ മകൾ ഇത്തരം ആരോപണം ഉന്നയിച്ചത്. അതിലേക്ക് നിങ്ങൾ കാൽക്കുലേഷൻസ് തീരുമാനിച്ചു കഴിഞ്ഞു. അതായിരുന്നു അടിസ്ഥാനം എന്ന നിലയിലേക്ക് ABVP പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഹേതു എത്തിയിരിക്കുന്നു. ഒരിക്കലുമല്ല. ഗുർമേഹർ കൗർ അവരെ ഭാരതം പരിചയപ്പെടുന്നത് 2005 മെയ് 4-ാം തീയതിയാണ്. ആദ്യമായിട്ട് NDTVക്ക് വേണ്ടിയിട്ട് ബർക്കാദത്തിന്റെ ഒരു അഭിമുഖത്തിലാണ് ഈ സഹോദരി ആദ്യമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ കാണാൻ വേണ്ടി കണ്ടത്. പക്ഷേ അന്ന് തൊട്ട് ഇതേ തരത്തിലുള്ള ആശയങ്ങളാണ് യുദ്ധം അവസാനിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ അച്ഛൻ്റെ നിര്യാണത്തിൽ യുദ്ധത്തിനാണ് പങ്ക് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇത്രയും വർഷമായിട്ട് കഴിഞ്ഞ 2.5 വർഷമായിട്ടും അവർ ഭാരതത്തോട്, ഇന്ത്യയിലെ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. പക്ഷേ അപ്പോഴൊന്നും ABVP ഒരു ഘട്ടത്തിലും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയോ ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. ഇത് ഏറ്റവും അവസാനം ഫേസ്ബുക്കിൽ അവർക്കെതിരെയുള്ള ആരോപണം, ആ ആരോപണം വെളിച്ചത്ത് വരുന്നു. അതിൽ ASF, ഐസ പോലുള്ള സംഘടനകളുടെ ആൾക്കാർക്ക് ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരുന്നു. തെളിവുകൾ പുറത്തു വരട്ടെ. അതിനുശേഷം നമ്മൾ വിചാരണ നടത്തി അല്ലെങ്കിൽ കുറ്റക്കാരെ കണ്ടെത്തിയാൽ പോരെ. എന്തിനാണ് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും RSSനെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും കരിവാരിത്തേക്കാൻ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ABVPയുടെ മേളിൽ കെട്ടിവെക്കുന്നതാണ് എന്നുള്ളതാണ്. ശ്രീ മുഹമ്മദ് റിയാസ്, അതായത് ഇന്ന് ഈ ദിവസം ദിനം കണ്ടത് വിഷലിപ്തമായ ഏറ്റവും രൂക്ഷമായ വാചകങ്ങൾ ആ പെൺകുട്ടിക്കെതിരെ ഉയർത്തുന്നു. അവിടെ ഹരിയാനയിൽ നിന്നുള്ള ഒരു മന്ത്രി പറഞ്ഞത് പാകിസ്ഥാന്റെ ശബ്ദമാണ്
ഉയരുന്നത് ഗുർമെഹറിന് പിന്നിലുള്ളവർ പാകിസ്ഥാനുകാരാണ്, അല്ലെങ്കിൽ ആ നിലപാടുള്ളവരാണ്, അവർ രാജ്യം വിട്ടു പോകണം. ഇത് അസഹിഷ്ണുതയുടെ ഏത് തലത്തിലേക്ക് വരുന്നു? ABVP അഖിലേന്ത്യാ സെക്രട്ടറി നിതീഷാണ് കാര്യങ്ങൾ ഒരു കൺക്ലൂഷനിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ABVPയെ കരിവാരിത്തേക്കാൻ സംഘടിത ശ്രമം, അതിൽ ഇടതുപക്ഷത്തിന്റെ വ്യക്തമായ കൈ, അതാണ് കിരൺ റിജ്ജു ആവർത്തിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ വ്യക്തമായ കൈയാണ് ഇതിന് പിന്നിലുള്ളത്. ആരോപണങ്ങളെ എങ്ങനെ കാണുന്നു? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ നിമിഷം വരെ ഉയർന്നിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു മുഹമ്മദ് റിയാസ്? ഒന്ന്, ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. തുടർച്ചയായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ക്യാമ്പസുകളുടെ ജനാധിപത്യത്തിൻ്റെ മുകളിൽ കൈകടത്തുന്നതിൻ്റെ നിരവധി സംഭവങ്ങളിൽ ഒരു സംഭവം മാത്രമാണിത്. നിരവധി സംഭവങ്ങളുണ്ട്. JNUവിൽ നമ്മൾ പല വിഷയങ്ങളായി കണ്ടു. ഹൈദരാബാദ് സർവകലാശാലയിൽ രോഹിത് വെമുലയുടെ ആത്മഹത്യയിലേക്ക് എത്തിച്ച ജനാധിപത്യ വിരുദ്ധമായ സംഘപരിവാറിൻ്റെ ഇടപെടലുകൾ, മറ്റു പല ക്യാമ്പസുകൾ, ഞാൻ ഓരോന്നോരോന്നായി പറയുന്നില്ല. ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ഭാവിയെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്. ആ ക്യാമ്പസിൽ ആരോഗ്യകരമായ സംവാദങ്ങൾ വേണം. ആ ക്യാമ്പസിൽ ആരോഗ്യകരമായ സംവാദങ്ങൾ പോലെ തന്നെ വിയോജിക്കുവാനുള്ള അവകാശമാണ്, ഡിസെൻറ്റ് റൈറ്റ് ഉണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയിൽ ഒരു സർക്കാരിനെ വിമർശിക്കുന്നവർ രാജ്യവിരുദ്ധരാവുകയാണ്. ഇത് ഇതുവരെ കാണാത്തൊരു സ്ഥിതിയാണ്. ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ ഒരു പൗരന് അവകാശമുള്ളതുപോലെ, ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ ഒരു പൗരന് അവകാശമുള്ളതുപോലെ, തെരഞ്ഞെടുത്ത സർക്കാരിനെയും ജനപ്രതിനിധിയെ വിമർശിക്കുവാനുള്ള അവകാശവും ജനാധിപത്യം ഒരു പൗരന് നൽകുന്നുണ്ട്. ഒരു കലാലയത്തിലെ വിദ്യാർത്ഥിക്ക് കലാലയത്തിൻ്റെ ജനാധിപത്യം നിഷേധിക്കപ്പെടുമ്പോൾ അതിനെ വിമർശിക്കാൻ, സർക്കാരിനെ വിമർശിക്കാൻ അവകാശമുണ്ട്. കർഷക ആത്മഹത്യ പെരുകുമ്പോൾ അത് ഇറക്കുമതി നയമാണ്, സർക്കാരിൻ്റെ നയമാണെന്ന് പറയാൻ കർഷകന് അധികാരമുണ്ട്. വ്യവസായ മേഖലകൾ രാജ്യത്ത് തകരുമ്പോൾ അത് സർക്കാരിൻ്റെ നയമാണെന്ന് പറഞ്ഞ് വിമർശിക്കാൻ തൊഴിലാളിക്ക് അവകാശമുണ്ട്. വിലക്കയറ്റം രൂക്ഷമാക്കുമ്പോൾ സർക്കാരിൻ്റെ തെറ്റായ നയമാണെന്ന് പറയാൻ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പണമുള്ളവരുടെ മക്കൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള നയം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുമ്പോൾ അതിനെ വിമർശിക്കാൻ, തുറന്നു കാട്ടാൻ വിദ്യാർത്ഥിക്ക് അവകാശമുണ്ട്. അതെങ്ങനെയാണ് ദേശവിരുദ്ധയാകുക? അപ്പോൾ മതവർഗീയത ഇപ്പോൾ പഴയതുപോലെ ചെലവാകുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്യൂഡോ നാഷണലിസം അഥവാ കപട ദേശീയത ഇവിടെ വെച്ച് പുലർത്തുക. ആരാ ഈ ദേശീയത പറയുന്നവർ? ഈ ദേശീയതയെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് അർഹതയാണ് സംഘപരിവാറിനുള്ളത്? രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഒറ്റുകൊടുത്തവരുടെ പിന്മുറക്കാരല്ലേ? രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി മരിച്ചവരുടെ പിന്മുറക്കാരായ ക്യാമ്പസിൽ SFI പോലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ, DYFI പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ, ഇവരെ ദേശീയത പഠിപ്പിക്കുന്ന ആരാ? ദേശീയത പഠിപ്പിക്കുന്നത് ദേശ സ്നേഹപരമായ മുദ്രാവാക്യം ഉയർത്താൻ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ പോലും തയ്യാറാകാതെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഒറ്റുകൊടുത്തവരാ. പൾസർ സുനി കൊട്ടേഷനെ എതിരെ പറയുന്നത് പോലെയാണ് ദേശവിരുദ്ധതയെക്കുറിച്ച് RSS പറയുന്നത്, സംഘപരിവാർ പറയുന്നത്, അവരുടെ പിന്മുറക്കാരായ ABVP പറയുന്നുണ്ട്. അത് പറയേണ്ടതില്ല. ഇവിടെ പ്രതാപ് എന്ന് പറയുന്ന BJPയുടെ MP പറഞ്ഞൊരു കാര്യമുണ്ട്. ദാവൂദ് ഇബ്രാഹിമിന് തുല്യമാണ് ഈ വിദ്യാർത്ഥിനി എന്നാണ്. ഈ വിദ്യാർത്ഥിനിയുടെ നിലപാട് ധീരമാണ്. ഇപ്പോൾ വീരേന്ദ്ര സെവാഗ് ഉൾപ്പെടെ അദ്ദേഹത്തിന് നിലപാടിൽ നിന്നും പുറകോട്ട് പോയി. ഇപ്പോൾ ഒരു 1-2 മണിക്കൂർ മുമ്പ് അദ്ദേഹം ട്വീറ്റ് ചെയ്തു, ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ദാവൂദ് ഇബ്രാഹിമിന് തുല്യമാണ് ഈ പെൺകുട്ടി എന്ന് BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട MP പറയുന്നത്. ഇതിനെക്കുറിച്ച് ABVPയുടെ നിലപാടെന്താ? ഇതിനെക്കുറിച്ച് സംഘപരിവാറിന്റെ നിലപാടെന്താ? കേന്ദ്രമന്ത്രി മുതൽ താഴെത്തട്ടിലുള്ള ABVPയുടെ നേതാക്കന്മാർ വരെ എടുത്ത നിലപാട് അത് പരിശോധിക്കാം. അത് പരിശോധിക്കുമ്പോൾ സംഘപരിവാറിന്റെ നിലപാട് എന്ത്? ശ്രീ ഭാർഗവറാം, അതായത് ആശയത്തിന്റെ തലത്തിൽ നിന്ന് നേരിടുന്നതിന് പകരം ഈ ഒരു പെൺകുട്ടി, ഒരു രക്തസാക്ഷികളുടെ മകൾ, അവൾ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടേണ്ടവളാണോ? അത് സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം. മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അവർ രാഷ്ട്രീയ നിലപാടാണ് നിങ്ങൾ പറയും. അല്ലാതെ പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ ശ്രീ ഭാർഗവറാം, എന്തുകൊണ്ട് ആശയങ്ങളെ ആശയത്തിൻ്റെതായ തലത്തിൽ നിന്ന് ചർച്ച ചെയ്യാതെ പകരം എന്തേ ഹാലിളകുന്നു? നിങ്ങളടക്കം ഒരുപക്ഷെ സംഘപരിവാറിന്റെ വലിയ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള അജണ്ട ഇക്കാര്യത്തിലൊക്കെയും ഉണ്ടോ? പെൺകുട്ടിയാണ് അവൾ, നിയമപരമായി അവൾക്ക് നൽകുന്ന ഒരു തലമുണ്ട്, അതിനപ്പുറത്തേക്ക് ധാർമ്മികമായി നമ്മൾ കൊടുക്കുന്ന ഒരു അവകാശമുണ്ട്. ഇതൊന്നും കാണാതെ ആ കുട്ടിയെ ഇന്ന് ആക്രമിച്ച രീതി, ഇതാണ് അജണ്ട എന്ന തലത്തിലേക്ക് പലർക്കും വിമർശിക്കേണ്ടി വരുന്നത്. ശ്രീ ഭാർഗവറാം എനിക്ക് ആദ്യമേ തന്നെ ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഈ പെൺകുട്ടിക്ക് ബലാത്സംഗ ഭീഷണി ഉണ്ട് എങ്കിൽ ആ വിഷയത്തിൽ കേസെടുത്ത്
ആ കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തണം. അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് ABVP ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് അതിനു വേണ്ടിയിട്ട് ABVP പ്രകടനങ്ങളും പ്രതിഷേധ സമരങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ വളരെ ലാഘവത്തോടു കൂടിയിട്ട് ശ്രീ മുഹമ്മദ് റിയാസ് പറയുകയുണ്ടായി, കലാലയങ്ങളിൽ ഉള്ള പ്രതിഷേധ സ്വരങ്ങൾ മാത്രമാണ് ഉള്ളത്, അവിടെ മറ്റു കാര്യങ്ങളൊന്നുമില്ല, അവരെ രാജ്യവിരുദ്ധരായിട്ട് ചിത്രീകരിക്കുകയാണ് എന്ന്. സ്വാഭാവികമായിട്ടും ഈ രാജ്യത്ത് എല്ലാ ആളുകൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഓരോ മേഖലയിലും ഉള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അതാത് മേഖലയിലുള്ള ആൾക്കാർ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ അവരാരും ഭാരത് തുമരെ തുക്കടെ ഹോങ്കെ എന്ന് പറയാറില്ല, കാശ്മീർ മാങ്കെ ആസാദി എന്ന് പറയാറില്ല, കേരൾ മാങ്കെ ആസാദി എന്ന് പറയാറില്ല. ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ പ്രത്യക്ഷ ദൃഷ്ട്യാ തന്നെ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്. ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഏതെങ്കിലും ദിശയിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടും. ശരി, ഇനി മറ്റൊരു തലത്തിലേക്ക് വരാം. ആരാണ് ഈ പെൺകുട്ടിയെ ആക്രമിച്ചത്? ഭാരതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളെ ഉന്നയിച്ചവരെ ആരാണ് ആക്രമിച്ചത്? സ്വാഭാവികമായിട്ടും ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പ്രതികരണം വരുമ്പോൾ തിരിച്ചും പ്രതികരണങ്ങൾ വരും. സ്വാഭാവികമാണോ ശ്രീ ഭാർഗവ? അതായത് സ്ത്രീക്ക് നൽകുന്ന വില നമ്മളുടെ ഭാരതം നൽകുന്ന, ഭാരതത്തിന്റെ അല്ലെങ്കിൽ ദേശീയത, ഇപ്പോൾ നമ്മളിപ്പോ ഒക്കെയും അവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീക്ക് നൽകുന്ന പരിഗണനയിൽ വെച്ച് അത് ഒരു പെൺകുട്ടിക്ക് നേരെ അവൾ തന്നെ പൊതുമാധ്യമത്തിലൂടെ വന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടി തനിക്കെതിരെ ബലാത്സംഗം എന്ന തലത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ജി. ബലാത്സംഗത്തിന്റെ പിന്നിൽ, ബലാത്സംഗ ഭീഷണിയുടെ പിന്നിൽ ആരാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഞാൻ ആ വിഷയമല്ല പറയുന്നത്. ഈ പ്രതികരണങ്ങളെ നിങ്ങൾ അസഹിഷ്ണുതയുടെ അക്കൗണ്ടിൽ പെടുത്തി അത് സംഘപരിവാറിൻ്റെതാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ അസഹിഷ്ണുത എവിടെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത്? ഒരു പെൺകുട്ടി ഒരു പോസ്റ്റ് ഇട്ടു, അതിനെ അനുകൂലിച്ച് നിരവധി പേര് പോസ്റ്റ് ഇട്ടു, അതിനെ പ്രതികൂലിച്ച് നിരവധി പേര് പോസ്റ്റ് ഇട്ടു. ഈ പ്രതികരിക്കുന്നത് ഏകപക്ഷീയം മാത്രമാകണം, എന്നാൽ മാത്രമേ ഇവിടെ സഹിഷ്ണുതയുള്ളൂ. തിരിച്ചു പ്രതികരിക്കുന്നതിൽ സഹിഷ്ണുതയില്ല, അത് അസഹിഷ്ണുതയാണ് എന്നുള്ള വാദം കൊണ്ടുവരുന്നിടത്താണ് വിയോജിപ്പുള്ളത്. തിരിച്ചും പ്രതികരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം, എന്നാൽ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാവുള്ളൂ. അല്ലാതെ ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞ പോലെ ഏകപക്ഷീയമായിട്ടുള്ള ആക്ഷേപങ്ങൾ ആർക്കെതിരെയും ശ്രീ ദേവദാസ്, ഈ നിരീക്ഷണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ വിഷലിപ്തമായ വാചകങ്ങളെ അതേ തലത്തിലേക്ക് നേരിടണമെന്ന് ശ്രീ ഭാർഗവറാം പറയുമ്പോൾ ആ പ്രതികരിക്കാൻ ആ രീതിയിൽ പെൺകുട്ടി ആ പെൺകുട്ടി നടത്തിയ അല്ലെങ്കിൽ അതിനോട് നടത്തിയ പ്രതികരണം ആ തലത്തിൽ പ്രതികരിക്കണമായിരുന്നു. താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് പ്രതികരണങ്ങളെ അതേ തലത്തിൽ ആശയം കൊണ്ട് താങ്കൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? ഇപ്പോഴിവിടെ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു കാര്യവും ഈ വിഷയത്തെ സംഭവിച്ചിട്ടില്ല. ആ കുട്ടി ചില പോസ്റ്റുകൾ ഇട്ടു, അതിനെ അനുകൂലിച്ചും പല ആൾക്കാർ പോസ്റ്റുകൾ ഇട്ടു, അതിനെ പ്രതികൂലിച്ചും ചില ആൾക്കാർ. അസഹിഷ്ണുതയുടെ അക്കൗണ്ടിലേക്ക് ഉൾപ്പെടുത്തരുത്. അത് അസഹിഷ്ണുതയുടെ അക്കൗണ്ടേ അല്ല. ആ കുട്ടിക്ക് പ്രതികരിക്കാനുള്ള സാഹചര്യവും സ്വാതന്ത്ര്യവും ഉള്ളതുപോലെ തന്നെ അതിനോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത്തരമായിട്ടുള്ള ആൾക്കാർക്കുണ്ട്. ഏത് തലത്തിലാണ് അസഹിഷ്ണുതയുമായിട്ട് കൂട്ടിച്ചേർക്കാവുന്നത്? മറ്റൊരു കാര്യം ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞുകൊണ്ട് എനിക്ക് ചേർത്ത് പറയാനുണ്ട്, മറുപടി പറയാനുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ് ദേശീയവാദികളെ കുറിച്ചൊക്കെ വളരെ രൂക്ഷമായിട്ടൊക്കെ സംസാരിക്കുന്നത് കേട്ടു. ഇവിടെ സംഘപരിവാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന്. ചെറുകാടിന്റെ ആത്മകഥ വായിച്ചാൽ മനസ്സിലാകും. സുഭാഷ് ബോസിനെ കുറിച്ച് അത് ദേശീയതയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പിശകാണെങ്കിൽ അദ്ദേഹം അതല്ല, അദ്ദേഹത്തിനായിരിക്കുള്ള അവകാശമുണ്ട്. കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞങ്ങളുടെ നേതാവല്ലി ചെറ്റ ജപ്പാൻകാരുടെ കാൽ നക്കിയെന്ന് ജാപ്പു വിരുദ്ധ പാഠകം ചെറുകാടിന്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. ചെറുകാട് ഇടതുപക്ഷ സഹയാത്രികനാണ്. ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇവരാണ് ദേശീയതയെ കുറിച്ച് സംഘപരിവാറിനെ പഠിപ്പിക്കുന്നത്. അത് മുഹമ്മദ് റിയാസ് പറയും. ശ്രീ ദേവദാസ് മറുപടി. ഇത് എന്താ പറയുക പ്രജീഷ്, ഇത് ഡൽഹിയിലെ ഈ ABVP എന്ന് പറയുന്നതും BJP എന്ന് പറയുന്നതും ആ ബി ഇല്ലേ, AB എന്നുള്ളതും BJPന്റെ ബിയും ബലാത്സംഗം എന്ന് പറഞ്ഞിട്ട് വെക്കണം. അതുകൊണ്ട് ഇപ്പൊ ഈ സ്വാമി പറയുന്ന പോലെയൊന്നുമല്ല. സ്വാമി പറയുന്ന ഒരു പ്രതികരണം മാത്രം. ബലാത്സംഗം ഒരു പ്രതികരണമാണ്. ഏത് സ്വാമീനെ എവിടുന്നാ പഠിപ്പിച്ചിന് ബലാത്സംഗം? ഞാൻ നിർഭയനെക്കാട്ടും രൂക്ഷമായിട്ട് ബലാത്സംഗം ചെയ്യുന്നാണ് പറഞ്ഞത്. അത് പ്രതികരണമാണ്. അതെല്ലാം റോട്ടിന്റെ മുകളിൽ നിന്ന് ഈ എന്താണ് പറയുക, ഈ തേർഡ് റേറ്റ് റൗഡീസ് പറയുന്ന വാക്കുകളാണ്. അതാണ് ഒരു വിദ്യാർത്ഥി സമൂഹം ബലാത്സംഗം ചെയ്യുന്നത്. അത് ആരോടാണ് പറയുന്നത്? ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിനി, 19 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയോട് പറഞ്ഞത് കൊണ്ട് അപ്പോഴാണ് എന്നാ പിന്നെ ഇതിന്റെ മൂത്താപ്പമാരായ BJPക്കാർ പറയണ്ടേ അത് തെറ്റാണെന്ന്. അതിനു പകരം ഇവൾ മറ്റേ കാർഗിലിലെ ഇതൊന്നുമല്ല, ഇവളെ അച്ഛൻ കരയുന്നുണ്ടാവും, പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് അവളുടെ ഒച്ച. റിജു എന്ന് പറയുന്ന അവൻ വിഷം കുത്തിവെക്കാനല്ലേ ശ്രമിച്ചത്? അതുകൊണ്ടല്ലേ ഇന്നലേക്ക് ജലന്ധറിലേക്ക് ഓടേണ്ടി വന്നു. ഞാൻ മതിയാക്കി,
ഞാൻ പോണ്ടി വന്നു. എന്താ പറയുക, ഒരു കേന്ദ്രമന്ത്രിമാർ, MP മാർ, ഈ അനിൽ വിജ് എന്ന് പറയുന്നത് മഫനാണ് ഹരിയാനയിലെ. എന്താ പറയുക, സാനിയ മിർസ സ്കേർട്ട് ഇട്ടുകൊണ്ട് ഇവിടെ കേട്ടറെന്ന് പറഞ്ഞതാ, ഭയ്യ മോഡി അത് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പിൻവലിച്ച അവരെല്ലാം ഇവർ ഈ ബലാത്സംഗ പാർട്ടി. അതുകൊണ്ട് വേറെയുണ്ട് ഇതിന്റെ പിന്നിൽ കണ്ടത്. കഴിഞ്ഞ ആഴ്ച അവൾ ജലന്ധറിലേക്ക് ഓടാൻ സാധ്യതയുണ്ട്. എന്താ പറയുക, സ്വന്തം BJP അനുയായിയെ ഹോട്ടലിൽ വെച്ച് തക്കാളി സൂപ്പ് കുടിപ്പിച്ചിട്ട് ബലാത്സംഗം ചെയ്തു മുൻ BJP MLA വിജയ് ജോളി. അത് മോഡിയുടെ അടുത്ത ആള്, എക്സ്റ്റേണൽ സെല്ലിന്റെ ആള്. അതൊന്നും സ്വാമി കാണുന്നില്ല. അതോടെ പേടിച്ചു ഈ കുട്ടി. നിങ്ങൾ ഒന്നും കൂടി നോക്കുക, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വെമുല, JNU കന്നയ്യ, പിന്നെ നജീബ് എന്ന് പറഞ്ഞൊരു കുട്ടീനെ ABVP-ക്കാർ അടിച്ചിട്ട് ഇന്നും ജീവനോടെ കണ്ടെത്തിയിട്ടില്ല, മിസ്സിംഗ് ആണ്. ഡൽഹി പോലീസ് പരതുന്നു. അവിടെയാണ് ഈ 19 ഇയർ. ഇന്ന് മൊറാർജി ദേശായി പറഞ്ഞ ഒരു വാർഷിക ദിനമാണ് ഇന്ന് പറയുന്നത് നിർഭയത്തോടെ നീങ്ങിയാലേ ഇന്ത്യ മുന്നോട്ട് പോകും, വേറെ ഒന്നും വേണ്ട. നിർഭയത്തോടെ നിന്നതാണ് ആ പെണ്ണ്. ആ പെണ്ണിനെതിരെ നാണവും മാനവും ഇല്ലാതെ ഒരു ഓർഗനൈസേഷൻ, അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്ന് പറഞ്ഞിട്ട് ഈ BJP-ന്റെ വെറും കോടാലിക്കൈയായിട്ട് പ്രവർത്തിക്കുന്നില്ല, വെറും ഗുണ്ടകളെ പോലെയല്ലേ. ഇതിപ്പോ പൾസർ സുനി എന്ന് നേരത്തെ പറഞ്ഞ ശരി. എന്താ പറയാ, പൾസർ സുനിക്ക് ഇവിടുത്തെ വക്കീലുമാർ കോട്ട് നൽകിയ പോലെ അവിടുത്തെ വക്കീലുമാർ കോട്ട് നൽകി കനയ്യകുമാറിനെ കോടതിന്റെ വെറാന്തയിൽ നിന്ന് അടിക്കാൻ വെറും ഗുണ്ട പണിയെടുക്കുന്ന ഈ വിദ്യാർത്ഥി തീർച്ചയായും സ്വാമിക്കും ഒപ്പം ശ്രീ നിതീഷിനും മറുപടി ഉണ്ടാകും. ശ്രീ മുഹമ്മദ് റിയാസ്, പൊതുവെ ശ്രീ ദേവദാസ് പറയുന്നത് പോലെയൊക്കെ തന്നെ ഇതൊക്കെ BJP-യുടെ ഒക്കെ തന്നെ ജൈവപരമായിട്ടുള്ള ചില അടങ്ങിയിട്ടുള്ള ഘടകങ്ങളുടെ തന്നെ ചില അംശങ്ങൾ അതാണ് പുറത്തു വരുന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇവിടെ ശ്രീ സ്വാമി സൂചിപ്പിച്ചതുപോലെ പ്രതികരിക്കാനുള്ള വേദി, ഇതിനെ ഒന്നും തന്നെ ഇത്തരം പ്രതികരണങ്ങളെ ഒന്നും അസഹിഷ്ണുതയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇടരുത്. അതേ തലം തന്നെയാണ് ശ്രീ നിതീഷും അവകാശപ്പെടുന്നത്. ശ്രീ മുഹമ്മദ് റിയാസ്, മറുപടി. ഒന്ന്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് പൊതുവേ ജനങ്ങൾ പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയും പറഞ്ഞു. BJP MP ആണല്ലോ ശത്രുഘ്നൻ സിൻഹ, അയാളിപ്പോൾ പരസ്യമായിട്ട് ഇതിനെ എതിർത്തുകൊണ്ട് പോസ്റ്റ് ഇടുന്ന സ്ഥിതി വരും. ഇന്ത്യയിലെ ക്യാമ്പസുകളിലെ ജനാധിപത്യത്തെ ഇവർ അംഗീകരിക്കുന്നില്ല, ക്യാമ്പസുകളിലെ വിയോജിപ്പുകൾ ഇവർ അംഗീകരിക്കുന്നില്ല. ജനാധിപത്യം ഇവർക്ക് അലർജിയാണ്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഈ രാജ്യത്തുണ്ടായ അവസ്ഥ നമുക്കറിയാം. മറ്റൊരു സംസ്ഥാനത്ത് പോകാൻ നേരത്ത് ഒരു ദീർഘകാലം കേന്ദ്രമന്ത്രിയും പാർലമെന്റേറിയനുമായ ഒരു വ്യക്തി ബഡ്ജറ്റ് അവതരണ സമയത്ത് മരിച്ചപ്പോൾ മരണത്തോട് ഇവരെടുത്ത സമീപനം അറിയാം. ഒരു യുവജന പ്രസ്ഥാനമായ ഞങ്ങളുടെ 10ാം സമ്മേളനത്തിൻ്റെ പതാക ജാഥയോട് എടുത്ത സമീപനം അറിയാം. അപ്പോൾ നാട്ടിലെ സാധാരണക്കാരൻ, ഒരു കോളേജ് വിദ്യാർത്ഥി മുതൽ ഒരു മുഖ്യമന്ത്രിക്ക് വരെ ജനാധിപത്യം നിഷേധിക്കുന്നവരാ രാജ്യം ഭരിക്കുന്നവർ. ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ 1-2 കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സമീപകാല സംഭവങ്ങൾ ക്രിമിനൽ സംഘങ്ങളെ സംരക്ഷിക്കുന്നവരായി ഈ രാജ്യത്തെ സംഘപരിവാർ മാറുന്നുണ്ടോ? ഒറ്റപ്പെട്ട വിഷയമല്ല. ഇപ്പോൾ BJP-യുടെ നേതാവ് ജൂഹി ചൗധരി ചൈൽഡ് ട്രാഫിക്കിങ്ങിന് വെസ്റ്റ് ബംഗാളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് ഇന്തോ നേപ്പാൾ ബോർഡറിലാണ്. മധ്യപ്രദേശിലെ BJP നേതാവ് ഒരു ദളിത് പെൺകുട്ടിക്ക് BPL കാർഡ് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് മൊറോനയിൽ മധ്യപ്രദേശിൽ ഒരു BJP നേതാവ് ബലാത്സംഗം ചെയ്തതിനിപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ സംഘപരിവാറും BJP ABP ഒക്കെ കേരളത്തിലെ ഗവൺമെൻറ് എന്നൊക്കെ വലിയ സ്ത്രീ പീഡനം നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. മധ്യപ്രദേശിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഭൂപേന്ദർ സിംഗ് അസംബ്ലിയിൽ പറഞ്ഞതാണ്. 4527 ബലാത്സംഗമാണ് 2016 മാത്രം മധ്യപ്രദേശിൽ നടന്നത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം മധ്യപ്രദേശിലാണെന്നുള്ള ചർച്ച വന്നപ്പോൾ അതിൽ 13 പേർ കൊല്ലപ്പെട്ടു, 14 പേർ ആത്മഹത്യ ചെയ്തു. അതിൽ 1273 പേർ SC/ST വിഭാഗത്തിലുള്ളവരാണ്, 750 പേർ OBC-യിലുള്ളതാണ്. അത് DYFI ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് അല്ല. മധ്യപ്രദേശിലെ BJP നേതാവായ ആഭ്യന്തരമന്ത്രി ഭൂപേന്ദർ സിംഗ് നിയമസഭയിൽ പറഞ്ഞാണ്. ഇതേ മധ്യപ്രദേശിലാണ് 818 കർഷകർ ചുരുങ്ങിയ കാലത്തിൽ സൂയിസൈഡ് ചെയ്തത്. അപ്പോൾ അരാജകത്വങ്ങൾ പെരുകുന്നു, ഗുണ്ടാ സംഘങ്ങളെ സംരക്ഷിക്കുന്നു, ഇത്തരം ജനാധിപത്യം അംഗീകരിക്കാതെ പോകുന്നവരായി BJP നേതാക്കന്മാർ മാറുന്നു. പെൺകുട്ടികൾ പ്രതിഷേധിച്ചാൽ അവരെ ബലാത്സംഗം ചെയ്യുമെന്ന് പരസ്യമായിട്ട് പറയുന്നു. ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നിവർ പറയുകയാണെങ്കിൽ ഇവരുടെ MP പ്രതാപ് സിൻഹ നടത്തിയ പ്രസ്താവന ഞാനിവിടെ സൂചിപ്പിച്ചു, അത് പരസ്യമായിട്ടാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ നിലപാട് പറഞ്ഞില്ല. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ജനാധിപത്യം നിഷേധിക്കുകയാണ്. ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഭാഗമായി വമ്പിച്ച ജനകീയ കൂട്ടായ്മ രാജ്യത്ത് ഉയർന്നു വരണം.
എന്നാണ് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം. ശ്രീ പിന്നെ ദേശീയതയും നിതീഷ് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റയെടുത്തു എന്തുകൊണ്ട് ശ്രീ മുഹമ്മദ് റിയാസ് ഒക്കെ പറയുമ്പോഴും കാര്യങ്ങൾ ഒരുപക്ഷെ ഈ വസ്തുതകൾ ഇതാണെന്ന് നിരത്തുമ്പോഴും അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയുന്ന വാദഗതിക്ക് ബലാത്സംഗം നിങ്ങൾ ചെയ്തില്ല അല്ലെങ്കിൽ ആ ഒരു വാചകം ഉപയോഗിച്ചില്ല, എന്തുകൊണ്ട് പക്ഷേ പൊതുസമൂഹത്തിൽ നിന്നുള്ള വലിയൊരു വിഭാഗത്തിന്റെ ഇത്തരം പ്രതികരണങ്ങൾ നിങ്ങൾക്കെതിരെ ഇത് ആദ്യത്തെ ഒരു വിഷയമല്ല. ഈ ക്യാമ്പസുകളിലെ ഔന്നത്യമുള്ള ശ്രേഷ്ഠമായ സർവകലാശാലകളിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് ഭയക്കുന്നു? ആ പ്രതികരണങ്ങളെ നേരിടാൻ ഇതാണോ മാർഗം? ഒരു സ്വയം വിലയിരുത്തലിലേക്ക് പോയാൽ നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? റിയാസ് പറഞ്ഞ ആരോപണങ്ങളുണ്ട്, ശ്രീ ദേവദാസ് പറഞ്ഞ ആരോപണങ്ങളുണ്ട്. ഇതിനകത്ത് ശ്രീ മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് ഇവിടെ വന്ന് ചർച്ച നടത്തുന്ന ആളോട് ഞാൻ പറഞ്ഞതിൽ അദ്ദേഹത്തിന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വിഷയത്തിൽ ആദ്യമായിട്ട് പരാതി കൊടുത്തത്, ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തത് ABVP ആണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കൂടെ നമ്മൾ പൂർണ്ണമായിട്ടും ABVP നിൽക്കും എന്ന് ABVPയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ബലാത്സംഗ പാർട്ടി എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തോട് എനിക്ക് തോന്നുന്നത് ലജ്ജയാണ്. ഞാൻ അതിനെ അർഹിക്കുന്ന പുച്ഛത്തോടുകൂടി അല്ലെങ്കിൽ അവജ്ഞയോടുകൂടി ആ ആരോപണത്തെ തള്ളിക്കളയുന്നു. നരസിംഹം സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ ഡയലോഗാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇദ്ദേഹം മനസ്സിലാക്കേണ്ടത് വലിയ കാര്യം പറഞ്ഞല്ലോ, ഈ വിഷയം കേരളത്തിൽ നടക്കുന്നില്ലേ? കേരളത്തിലെ ആൾക്കാർക്ക് അഭിപ്രായം പറയാൻ സാധിക്കുമോ? അദ്ദേഹം പറയട്ടെ, മലയാളിയായിട്ടുള്ള പത്രപ്രവർത്തകൻ പറയട്ടെ, കേരളത്തിലെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട റീമ കല്ലിങ്കലിന് സംഭവിച്ചത് എന്താണ്? ആഷിഖ് അബുവിന് സംഭവിച്ചത് എന്താണ്? അതുപോലെ ഭാഗ്യലക്ഷ്മി, വടക്കാഞ്ചേരിയിലെ പീഡനത്തിനെക്കുറിച്ച് കേരള സമൂഹത്തെ പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ച ഭാഗ്യലക്ഷ്മിക്ക് ഇവിടുത്തെ ഇടതുപക്ഷ ആശയക്കാർ ഫേസ്ബുക്കിലൂടെ കൊടുത്ത മറുപടി എന്താണ്? ലക്ഷ്മി നായർക്ക് അനുകൂലമായിട്ട് SFIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിലപാടെടുത്തപ്പോൾ SFIക്ക് വിജയിക്കാൻ ഇങ്ങനെ വിജയിക്കണമോ എന്ന് ചോദിച്ച ദീപാ നിശാന്തിന് കൊടുത്ത മറുപടി എന്താണ്? അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രശസ്ത സിനിമാ പാട്ട് എഴുത്തുകാരൻ വയലാർ ശരത്ചന്ദ്രവർമ്മ, അദ്ദേഹത്തെ SFIക്കാർ വിളിച്ച മുദ്രാവാക്യം എന്താണ്? അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള പോസ്റ്റ് എന്തായിരുന്നു? ഇതൊക്കെ കാണാതെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുന്ന സംഭവമാണ് ഡൽഹിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്താ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആരാ ഭരിക്കുന്നത്? ABVP അല്ലേ? ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ തൊട്ടപ്പുറത്തുള്ള JNU സർവകലാശാലയിൽ വലിയ അസഹിഷ്ണുതയുണ്ട്, വലിയ പ്രചരണം നടത്തിയിട്ട് അതിനുശേഷം SFIയും ASFും അങ്ങനെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ഒന്നായി നിന്നിട്ടും ABVP രണ്ടാം സ്ഥാനത്തുണ്ടല്ലോ. ഡൽഹി സർവകലാശാല ABVP ഭരിക്കുന്നുണ്ടല്ലോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ മുഴുവൻ ഭരിക്കുന്നത് ABVP ആണല്ലോ. അതുകൊണ്ട് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ABVPക്കൊപ്പമാണ് എന്നുള്ള യാഥാർത്ഥ്യം മുഹമ്മദ് റിയാസ് മനസ്സിലാക്കുന്നു. അതല്ല, പക്ഷെ ഒരു ആശയമായ ചർച്ചകളിലേക്ക് നിങ്ങൾ വരാതെ ഈ പെൺകുട്ടിയോട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ദേശീയ തലത്തിൽ ഒരു നിയമത്തിലെ മാത്രം ചിന്തിക്കുക, ബാക്കി നിങ്ങൾ നൈതികതയോ ധാർമ്മികത ഒന്നും കൊടുക്കേണ്ട. ആ നിയമതലത്തിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി അവൾക്ക് എതിരെ ഒരു ബലാത്സംഗ കുറ്റം അല്ലെങ്കിൽ ആരോപണമുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ എന്താണ് ചെയ്യുക നിതീഷ്? സ്വാഭാവികമായിട്ടും ആരാണ് അങ്ങനെ ആ കുട്ടിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തത്, അവരിട്ട പോസ്റ്റിന്റെ താഴെ ആരാണ് കമന്റ് ചെയ്തത്, അയാളെ കണ്ടെത്തണം, അയാളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ആദ്യമായിട്ട് ABVP ആണ് പറയുന്നത്. ആ തുറക്കാൻ ആ പെൺകുട്ടി ഭയന്ന് പോകേണ്ട അവസ്ഥ, അത് എന്ത് മെസ്സേജാണ് നിതീഷ് നൽകുന്നത്? അങ്ങനെ ഒരു ഭയവും ആ കുട്ടിക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ABVP ആ കുട്ടിയോടൊപ്പം പൂർണ്ണമായിട്ടുണ്ട്. ആ കുട്ടിയെ അങ്ങനെ അപമാനിച്ച പ്രതിയെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുൻപിൽ ഹാജരാക്കണം എന്ന് ആവശ്യപ്പെട്ട വിദ്യാർത്ഥി റിയാസ്. അതെ, അല്ല വേറൊന്നുമില്ല. എൻ്റെ സുഹൃത്ത് ABVPയുടെ നേതാവ് ഇവിടെ പറഞ്ഞത് ഇനി ശരിവെക്കൂ, അങ്ങനെയാണെന്ന് ശരിവെക്കൂ. എന്നാൽ എനിക്കൊരു സംശയം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കുട്ടിയുടെ കൂടെ പൂർണ്ണമായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. പ്രതാപ് സിൻഹ BJPയുടെ MP ആണ്. ദാവൂദ് ഇബ്രാഹിമിന് സമാനമാണ് ഈ പെൺകുട്ടി എന്ന് പ്രതാപ് സിൻഹ പറഞ്ഞതിനെ കുറിച്ച് ABVPയുടെ അഭിപ്രായം എന്താ? അത് പരസ്യമാണല്ലോ, വീഡിയോ നമ്മളൊക്കെ കണ്ടതാ. കേന്ദ്രമന്ത്രി ഈ പെൺകുട്ടിയെ പറഞ്ഞതിനെ കുറിച്ച് എന്താ അഭിപ്രായം? BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട മറ്റൊരു നേതാവ് ഈ പെൺകുട്ടിയെ പരസ്യമായി പറഞ്ഞതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പൊ ഈ 3 പരസ്യ നിലപാടുകൾ, രഹസ്യ നിലപാട് അന്വേഷിക്കട്ടെ അവരെല്ലാം എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, അത് നിങ്ങൾ പറഞ്ഞതോടെ മാറ്റിവെക്കൂ. പരസ്യ നിലപാടെടുത്ത കേന്ദ്രമന്ത്രി മുതൽ MP വരെയുള്ളവരുടെ നിലപാട് തെറ്റാണ് എന്ന് എന്തുകൊണ്ട് ABVP എന്നാ പറയാത്തത്? ABVP പറയണ്ടേ? ആ വിദ്യാർത്ഥിയുടെ ആശയപരമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ പോസ്റ്റിന് അനുകൂലമായിട്ടും എതിരായിട്ടും എത്ര പോസ്റ്റുകൾ വന്നു? വീരേന്ദ്ര സെവാഗ് എതിർത്ത് പോസ്റ്റ് ചെയ്തില്ലേ? നേരത്തെ പറഞ്ഞല്ലോ, വീരേന്ദ്ര സെവാഗ് ആ പോസ്റ്റിന് മറ്റേ മാപ്പ് പറഞ്ഞു, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് പറഞ്ഞു. എന്താണ് വീരേന്ദ്ര സെവാഗ് പറഞ്ഞ പോസ്റ്റിന്റെ അവസാനം? വീരേന്ദ്ര സെവാഗ് പറഞ്ഞ പോസ്റ്റിന്റെ അവസാനം
അവർക്ക് ഇങ്ങനെ പറയാനുള്ള അവകാശം പോലെ തന്നെ അതിന് വിമർശനം കൊടുക്കാൻ, അതിനെതിരെ പറയാൻ അതുപോലെയാണോ അവകാശമുണ്ട് ജനാധിപത്യത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട എംപിമാർ പറയേണ്ടത്? ശ്രീ നിതീഷ്, എംപിമാർ ഒരു ജനാധിപത്യത്തിൽ സംരക്ഷകരാകേണ്ട, സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഊറ്റം കൊള്ളുന്ന ആ എംപിമാരുടെ നിലപാട് അങ്ങനെയാണോ വരേണ്ടതെന്നാണ് ചോദിക്കുന്നത് ശ്രീ റിയാസ്. ഇവിടെ മുഹമ്മദ് റിയാസ് മനസ്സിലാക്കേണ്ടത് എംപിമാർ മാത്രമല്ലല്ലോ, ഇന്ത്യയിലെ ഭൂരിപക്ഷം പ്രധാനപ്പെട്ട ആൾക്കാരും ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്തല്ലോ. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ആൾക്കാർ കുറിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം കുറിക്കുമ്പോൾ അവർക്കെതിരെ അസഹിഷ്ണുത മനോഭാവമല്ല ഇവിടുത്തെ ഇടതുപക്ഷം പുലർത്തേണ്ടത്. എന്തിനാ സെവാഗ് ആ പോസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് സെവാഗിനെതിരെയുള്ള വലിയ വിമർശനങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞോളാം. അതുകൊണ്ട് മുഹമ്മദ് റിയാസ് അതും കൂടി കാണണം. വീരേന്ദ്ര സെവാഗിനെതിരെയുള്ള വലിയ വിമർശനം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഹെഗോട്ട് സഹോദരിമാർ ഇവർക്കെതിരെയുള്ള വിമർശനം ഉന്നയിച്ച് പോസ്റ്റ് ചെയ്തു. അവർക്കെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇടതുപക്ഷ മുഹമ്മദ് റിയാസിന്റെ പാർട്ടിയുടെ നിലപാട് എന്താണ്? അതെന്താണ് പറയാത്തത്? മുഹമ്മദ് റിയാസിന്റെ പാർട്ടി ഞാൻ ചോദിച്ച ചോദ്യത്തിന് മുഹമ്മദ് റിയാസ് ഉത്തരം പറയണം. ഇവിടെ കേരളത്തിൽ ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ഏത് നിലപാടാണ് എനിക്ക് തോന്നുന്നില്ല കാര്യത്തിൽ ഭാർഗവറാമിന് വ്യക്തമായ കാഴ്ചപ്പാട്. അത് എന്തായാലും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട വിഷയമല്ല. ചോദ്യം പ്രസക്ത. ഞാൻ ചോദിച്ച വീണ്ടും ആവർത്തിക്കുകയാണ്. അല്ല ഞാനൊന്ന് പറയട്ടെ. ചോദ്യം ആദ്യം ഞാനാണല്ലോ ചോദിച്ചത്, നിങ്ങൾ ചോദിക്കുമേ. എന്റെ ചോദ്യം, പെൺകുട്ടിയുടെ കൂടെ നിന്നു ഞങ്ങൾ എന്ന് പറഞ്ഞ ABVPക്ക് ഈ പെൺകുട്ടിയെ പരസ്യമായി ആക്ഷേപിച്ച BJP MP-യുടെ നിലപാടിനെ കുറിച്ച് എന്താണ് സമീപനം? കേന്ദ്രമന്ത്രിയുടെ നിലപാടിനെ കുറിച്ച് എന്താ സമീപനം? ഞങ്ങൾ കേരളത്തിൽ ഏത് തരത്തിലും ഇത്തരം പ്രസ്താവനകൾ ആരിറക്കിയാലും ഞങ്ങൾ എതിർക്കും. ഞങ്ങളുടെ ഒരു നേതാവും പരസ്യമായി ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെടണമെന്നോ അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിം ആണെന്നോ അല്ലെങ്കിൽ നാട് കടത്തപ്പെടണമെന്നോ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ ആൾ വിവരറിയും. വിവരറിയിക്കാനുള്ള സംഘടനയാണ് ഇന്ത്യയിലുള്ളത്. ഈ സംഘടനയ്ക്ക് ഒരു തത്വമുണ്ട്. സമയം ആലോചിക്കാനുള്ള സമയം കൂടി നൽകുകയാണ്. ചോദ്യം വ്യക്തമായി തന്നെ നിൽക്കുകയാണ് ശ്രീ നിതീഷ്. റിയാസ് ചോദിച്ചതിന് വളരെ ചുരുക്കി മറുപടി, കാരണം സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ മറുപടി നൽകണം. നമ്മൾ വളച്ചുകെട്ടില്ല. ആ ആരോപണങ്ങളെ BJP നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളുമോ അതോ കൊള്ളുമോ? നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന നിലയിൽ എങ്കിൽ തീർച്ചയായും ഇതിനകത്ത് ABVP സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ്. പല വീടുകളിൽ നിന്നും പല സ്ത്രീകളും പലരെക്കുറിച്ചും ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ് അതും കൂടി ഓർമ്മിക്കണം. അതുകൊണ്ട് ആ വിഷയങ്ങളിൽ മറ്റുള്ളവരെന്തു പറഞ്ഞു എന്നുള്ള വിഷയങ്ങളിൽ ABVP മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തമായിട്ട് ABVP പറയുന്നു, ഈ സഹോദരി ഉന്നയിച്ച ആരോപണം അത് തെളിയിക്കപ്പെടണം. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ABVP മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ABVPക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മുഹമ്മദ് റിയാസ് ആ തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ തരത്തിലുള്ള മറുപടി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ശരി മടങ്ങിയ ശ്രീ ഭാർഗവറാം, ഇത് താങ്കൾ കൂടി ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ സംഘടനകൾ പരിവാർ സംഘടനകൾ ഇത്തരത്തിൽ ഒരു അജണ്ടയുണ്ട്. BJP നേരത്തെ നിതീഷ് സൂചിപ്പിച്ചതുപോലെ പല ആരോപണങ്ങൾ നടത്തും. BJP അതേസമയം തന്ത്രപരമായ രംഗത്ത് വന്ന് ഇക്കാര്യങ്ങളെയൊക്കെ തന്നെ വിയോജിപ്പിന്റെ തലത്തിലേക്ക് ആശയം പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഒരു ക്യാമ്പസിൽ മാത്രം ഉണ്ടായിട്ടുള്ള കേവല പ്രശ്നമാണോ ഇത്? അതിൻ്റെ അനുരണനങ്ങൾ വലുതാണ്. ആ ബോധ്യത്തോടുകൂടി ഒരു തീ കൊളുത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങൾ ആ സംഘപരിവാർ കൂടി ഇതിൻ്റെ ഭാഗവാക്കാവുകയാണോ? ശ്രീ റിയാസ് അടക്കം ആരോപിക്കുന്നത് പോലെ അല്ലേ? ശ്രീ റിയാസിൻ്റെ ആരോപണങ്ങൾ വളരെ ബാലിശമാണ്. ഇത് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു സംഘടനയ്ക്കെതിരെ ക്യാമ്പയിൻ നടത്തും. ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ABVP എന്നൊരു സംഘടനയ്ക്കെതിരെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിക്കുന്നു. ഞാൻ പറഞ്ഞോളട്ടെ. ഒരു ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ABVP എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നു. അതിനോട് നിരവധി പേര് ജോയിൻ ചെയ്യുന്നു. അതിന് എതിരായിട്ടുള്ള അത്തരത്തിലുള്ള ആശയ പ്രസ്ഥാനങ്ങളോട് ആഭിമുഖ്യമുള്ള ആൾക്കാർ തിരിച്ചും പ്രതികരണം കിട്ടുന്നു. പക്ഷെ ഇവരാരും, ഈ പറയുന്ന MP-മാരും ബലാത്സംഗം ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്ത് അത്തരത്തിൽ എന്തെങ്കിലും ദുരാരോപണം മാനസികമായിട്ട് പോകാൻ, അതായത് പാകിസ്ഥാനിലേക്ക് പോകാൻ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ദാവൂദ് ഇബ്രാഹിമിനോട് ചേർത്ത് പറഞ്ഞൊരു കാര്യം ദാവൂദ് ഇബ്രാഹിം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനല്ല അവിടെ ബോംബുകളാണ് അവിടെ ആളുകളെ വധിച്ചതെന്ന്. അത് മാത്രമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് അവസരത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് ദാവൂദ് ഇബ്രാഹിമിനോട് ഉപമിച്ചു. ഗുർമേഹറിന്റെ
പ്രസ്താവന വളരെ കൃത്യമായിട്ടും ട്വീറ്റ് ചെയ്യപ്പെട്ടാണ്. വളരെ അതിലെ വാചകം എന്താണ് ശ്രീ ഭാർഗവറാം? ആ പെൺകുട്ടിയുടെ വാചകം പിതാവിനെ എന്റെ പിതാവിനെ കൊന്നത് യുദ്ധമാണ്. അതായത് ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്താണ് യഥാർത്ഥ വസ്തുത? അതായത് യുദ്ധം നൽകുന്നത് അശാന്തിയാണ് അല്ലെങ്കിൽ ജീവഹാനിയാണ്. അതാണ് യഥാർത്ഥ വസ്തുത. അത് പശ്ചിമേഷ്യയിൽ നടന്നാലും അല്ലെങ്കിൽ മധ്യപൂർവേഷ്യയിലാണെങ്കിലും ലോകത്തെമ്പാടുമുള്ള ആ പ്രക്രിയയെ കേവലമായ ആ പ്രക്രിയയെ കുറിച്ച് വാചകം പറയുമ്പോൾ അവിടെ പാകിസ്ഥാൻ നുഴഞ്ഞു കയറാത്ത രാജ്യമാണ് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാത്ത രാജ്യമാണ് എന്ന ധ്വനി ആ പെൺകുട്ടി നൽകിയിട്ടുണ്ടോ? ഒരിക്കലും അങ്ങ് വാദിക്കുന്നത് പോലെയോ ശ്രീ മുഹമ്മദ് റിയാസ് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെയോ അല്ല കാര്യങ്ങൾ. ഇവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, നമ്മൾ എന്താ ശ്രീലങ്കയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാത്തത്? ഭാരതം എന്തുകൊണ്ടാണ് നേപ്പാളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാത്തത്? യുദ്ധം എന്ന് പറയുന്നത് ചില ഘട്ടങ്ങളിൽ അനിവാര്യമായിട്ട് വന്നു ചേർന്ന ആപത്സന്ധിയാണ്. പെൺകുട്ടിയുടെ വാക്ക് പിഴച്ചോ ഇല്ലയോ എന്നുള്ളത് ഞാൻ വിലയിരുത്തുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, യുദ്ധം എന്ന് പറയുന്നത് ആരും അടിച്ചേൽപ്പിക്കുന്ന കാര്യമല്ല. യുദ്ധം എന്ന് പറയുന്ന അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഏത് രാഷ്ട്രവും സ്വന്തം മനസ്സോടുകൂടി ആക്രാമിക പ്രവണതയോടുകൂടി, പ്രത്യേകിച്ച് ഭാരതം, അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ആ സമയത്തുള്ള വാചകം പല ആൾക്കാരെയും ഓർമ്മിപ്പിച്ചത് പണ്ട് ദാവൂദ് ഇബ്രാഹിം പറഞ്ഞതുപോലെയുള്ള വാചകങ്ങളെ ആയിരിക്കാം. അവർ ആ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടാകാം. ഈ രീതിയിലുള്ള പ്രതികരണത്തെ അടർത്തിയെടുത്തുകൊണ്ട് ദാവൂദ് ഇബ്രാഹിമിനോട് ആ പെൺകുട്ടി ഉപമിച്ചു എന്നൊക്കെ പറയുന്നത് തനി രാഷ്ട്രീയമാണ്. ഇനി വേറെ ചില കാര്യങ്ങൾ നേരത്തെ ഈ വാചകം പറഞ്ഞുകൊണ്ട് ശ്രീ ദേവദാസ്, ഈ അടർത്തിയെടുത്ത് പൊലിപ്പിക്കുന്നത് എന്തിനു വേണ്ടി? നിങ്ങളൊക്കെ അതിന്റെ ഭാഗവാക്കാവുകയാണോ? ശ്രീ ഭാർഗവറാം സൂചിപ്പിച്ചതുപോലെ ആ പെൺകുട്ടി അവരുടെ വാചകങ്ങളായാലും അല്ലെങ്കിൽ തിരിച്ച് എംപിമാർ നടത്തുന്ന വാചകങ്ങളെയൊക്കെ തന്നെ നിങ്ങളൊക്കെയും പൊലിപ്പിക്കുകയാണോ? ശ്രീ ഭാർഗവറാം സൂചിപ്പിച്ചതുപോലെ. ശ്രീ ദേവദാസ്, ഈ പ്രജീഷെ എന്താ പറയുക, ഞാൻ അതിനു മുമ്പേ പറഞ്ഞോട്ടെ, അത് നേരെ എന്നോട് പറഞ്ഞോട്ടെ. ഈ ABVPയും BJPൻ്റെയും ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ഡൽഹി യൂണിറ്റിൻ്റെ, ഇവിടുത്തെ വിജീഷിൻ്റെ അല്ല. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഈ പൊലിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ സിസ്റ്റമാറ്റിക് ഒരു ഇല്ലാണ്ടാക്കല ഇത്. അത് നിങ്ങൾ വാനരസേന എന്ന് പറഞ്ഞിട്ട് മാംഗ്ലൂരിൽ വാലന്റൈൻസ് ഡേയിലെല്ലാം ചെയ്യും. പിന്നെ ദബോൾക്കറിയും ഈ കൽബുർഗീനെ കൊല്ലാൻ വേറെ ഒരു സേന, അങ്ങനത്തെ കുറേ കുരങ്ങ് സേന, വാനരസേന എല്ലാം ഉണ്ട്. അതേസമയം ഇവർക്ക് തിരിഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ ഈ എതിർ ശബ്ദം ഇല്ലാണ്ടാക്കണമെന്ന് ഇപ്പോൾ അവർ സിസ്റ്റമാറ്റിക് ഭരണം കിട്ടിയപ്പോൾ അവൾക്ക് തിരിഞ്ഞു. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഇവിടെ ഭരണം കിട്ടിയിട്ട് ഇടതുപക്ഷത്തെ പോലത്തെ ഓർഗനൈസേഷൻ ഡൽഹി പിടിച്ചടക്കുന്നതെന്ന് അവർക്ക് തിരിയുന്നില്ല. അല്ലെ ദളിത് മൂവ്മെന്റ്സ് എങ്ങനെയാണെന്ന് തിരിയുന്നില്ല. അതുകൊണ്ടാണ് നേരെ ഒരു സ്റ്റുഡൻറ് മൂവ്മെന്റിന്റെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുമ്പോൾ +2 പാസ്സാവാത്ത HRD മിനിസ്റ്റർ സ്മൃതി ഇറാനി ഇടപെടുക, ദത്തേത്രേയ എന്ന് പറഞ്ഞ MP ഇടപെടുക, രോഹിത് വെമലെ പുറത്താവുക, തൂങ്ങിച്ചാവുക. പിന്നെ അതിനെ ഇല്ലാണ്ടാക്കാൻ പല പ്രചരണങ്ങളും അഴിച്ചുവിടുക, കനയ്യന്റെ എതിരെ പ്രചരണം അഴിച്ചുവിടുക. ഇപ്പോൾ അതാണ് റിയാസ് ചോദിച്ചു തന്നെയാണ് ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾ ABVP കൂടാന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങളെ മൂത്താപ്പമാരെ റിജു അല്ല മഫന്മാരാണോ? എന്തുകൊണ്ട് ഈ പെണ്ണിനെ 19 വയസ്സുള്ള ഈ പെണ്ണിനെ കോളേജിൽ തീർക്കട്ടെ ഒരു പ്രശ്നം നിങ്ങൾ എന്തുകൊണ്ട് ഈ ലെവലിലേക്ക് എത്തിക്കുന്നു? അതിന് ഉത്തരം പറയൂ. നിങ്ങൾ വലിയ ഗൗരവത്തിൽ 2-3 പ്രാവശ്യം ആവർത്തിച്ചു രോഹിത് വെമുല എന്ന്. രോഹിത് വെമുലയുടെ കുറ്റപത്രം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് തന്നെ അവസാനത്തെ സമയത്തുള്ള ഒരു കത്തുണ്ട്. ആ കത്തിൽ കുറ്റാരോപിതരായിരിക്കുന്നത് ABVP-കാരല്ല. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന അപ്പാറാവുവിന്റെ പേരല്ല, ഈ പറഞ്ഞ സ്മൃതി ഇറാനിയുടെ പേരല്ല, നരേന്ദ്രമോദിയുടെ പേരല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ കത്തിൽ കുറ്റാരോപണം ചെയ്തിരിക്കുന്നത് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയാണ്. വളരെ ബോധപൂർവം ആരുടെ മേലെയാണോ ആരോപണം വന്നത് ആ ആരോപണം നേരിട്ട ആ ആരോപണം നേരിട്ട ആൾക്കാരിൽ നിന്ന് വളരെ വിദഗ്ധമായിട്ട് റീപൊസിഷൻ ചെയ്യുകയാണ്. അതിന്റെ കുറ്റം റീപൊസിഷൻ ചെയ്യുകയാണ് ചെയ്തത്. അത് ആ സംഘടിതമായിട്ടുള്ള അജണ്ട ഇനി ഭാരതത്തിൽ നടപ്പാൻ വേണ്ടി പാടില്ല. വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ലെറ്ററിന്റെ മേലെ പോയില്ല? ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ എന്താണ് നടന്നത് എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കാതെ ആ ലെറ്ററിനെ പിടിച്ചു പോകാതെ കേന്ദ്രമന്ത്രിമാർ എങ്ങനെയാണ് ഇടപെടുന്നത്? ഏത് സാമ്യാണ് എനിക്ക് തിരിയുന്നില്ല. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് ചോദ്യം. അതാണ് എന്റെ ചോദ്യം പ്രജേഷ്. കേന്ദ്രമന്ത്രിമാർ ഈ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ ഇടപെടുന്നതിന്റെ നേർചിത്രം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇടപെട്ടത് ഒരു MP, ദത്തേത്രേയ, സ്മൃതി ഇറാനി, ഫിനാൻസ് മിനിസ്റ്റർ എല്ലാം.
ഈ ഡൽഹി JNU-ൽ ഇടപെട്ടത് കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര ഗവൺമെന്റ് തന്നെ. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ നേരെയും ഇടപെടുന്നത് കേന്ദ്രമന്ത്രിമാർ. അതിന് ഉത്തരം പറയൂ സ്വാമി. ആ വിഷയത്തിൽ വളരെ വ്യക്തമാണ്. ആ വിഷയത്തിൽ അത് ഒരു ക്യാമ്പസിന്റെ വിഷയമായിട്ട് മാത്രം ഒതുക്കി തീർത്തി വ്യാഖ്യാനിച്ച് വിടാവുന്ന ഒരു കാര്യമല്ല. അവിടെ വിളിച്ച മുദ്രാവാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മളെല്ലാവരും കേട്ടോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന മുദ്രാവാക്യങ്ങളാണ് അവിടെ വിളിച്ചത്. ഭാരത് തുമരെ തുക്കടെ വാങ്കെ എന്ന് പറയുന്ന മുദ്രാവാക്യം, കാശ്മീർ വാങ്കെ ആസാദി എന്ന് പറയുന്ന മുദ്രാവാക്യം, കേരൾ വാങ്കെ ആസാദി എന്ന് പറയുന്ന മുദ്രാവാക്യം, ഈ രാഷ്ട്രത്തിന്റെ സ്ഥിതിയെ ചോദ്യം ചെയ്യുന്ന മുദ്രാവാക്യം, ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ ഒരു ഉത്തരവാദപ്പെട്ട ഭരണ സംവിധാനത്തിന് നോക്കിയിരിക്കാൻ പറ്റുമോ? ഇത് വിദ്യാർത്ഥികൾ ഉയർത്തുന്ന മുദ്രാവാക്യമാണ്. ഇത് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിങ്ങൾ ഇത് പറഞ്ഞാൽ എങ്ങനെ കാണാൻ കഴിയും? ഇന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും ഇതിന് വലിയ സങ്കീർണമായ ഒരു ചരിത്രമുണ്ടല്ലോ. ശ്രീ റിയാസ്, ശ്രീ ഭാർഗവറാം പറയുന്നതിന് വാദഗതികൾക്ക് മറുപടി. ഒന്ന്, ഏതെങ്കിലും ഒരു നിലപാടിൽ നിൽക്കുക. ഒരു ഭാഗത്ത് വേട്ടക്കാരൻ്റെ ആളും ഇപ്പുറത്ത് എരേൻ്റെ ആളുമായിട്ട് കാര്യമില്ല. നിങ്ങൾ വേട്ടക്കാരാണ്, ഇതെല്ലാവർക്കും അറിയാം. ഫിക്സ് ചെയ്തോ? നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ പ്രസ്താവനകൾ അത് കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനകൾ ഇത്തരം വിഷയങ്ങളിൽ, അത് ഈ പർട്ടിക്കുലർ ഇഷ്യൂ മാത്രമല്ല, ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ തുടർച്ചയായി ക്യാമ്പസിന്റെ വിഷയമാണ് ഞാൻ പറയാം. നേരെ കേരളത്തിന്റെ ക്യാമ്പസ് മറന്നുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എടുക്കുന്ന സമീപനം, കേരളത്തിലെ സുഹൃത്തെ, നിങ്ങളുടെ അസഹിഷ്ണുത നിങ്ങളുടെ ചർച്ചയിൽ തന്നെ തെളിയിക്കുന്നുണ്ട്. ഇതുപോലെ ബഹളം വെക്കാനും ഇടപെടാനൊന്നും അറിയാത്തവരല്ലേ ഞങ്ങൾ. മാന്യമായിട്ട് ജനാധിപത്യപരമായ ഒരു ചർച്ച ചെയ്ത് പോവുക, അതല്ലേ നല്ലത്. അതാ നല്ലത്. കയ്യും കാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല, പറയട്ടെ. അപ്പോൾ ഒന്ന്, ഇതിൽ വളരെ കൃത്യമായി ജനാധിപത്യ ക്യാമ്പസിൽ വേണ്ടതില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം. ക്യാമ്പസ് ജനാധിപത്യം വേണ്ടതില്ല, ക്യാമ്പസിൻ്റെ അക്കാഡമിക് താല്പര്യങ്ങളെ ബഹുമാനിക്കാതെ ക്യാമ്പസിനകത്ത് ഡിസെൻറ്റ് റൈറ്റ്, വിയോജിക്കുവാനുള്ള അവകാശം നിഷേധിച്ചു പോകുന്ന സ്ഥിതിയാണ്. ഇതാണ് നിങ്ങളുടെ പല നേതാക്കന്മാരുടെ പ്രസ്താവനകളിൽ നിന്നും അറിയാതെ ഇങ്ങനെ വരുന്നത്. ഇവിടെ റോഹിത് വെമുലയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. റോഹിത് വെമുലയുടെ മാതാവ്, സഹോദരൻ, ആ ക്യാമ്പസിൽ അദ്ദേഹത്തോടൊപ്പം പഠിച്ച കുട്ടികളൊക്കെ തന്നെ ഉയർത്തിയ വാദമുണ്ട്. ആ വാദം എന്ത് ഞാൻ ഇപ്പം ഈ ചർച്ചയിൽ ഞാൻ പറയേണ്ടത്, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണല്ലോ. സംഘപരിവാർ എടുത്തിട്ടുള്ള സമീപനം, കേന്ദ്രമന്ത്രിമാരുടെ ചില ഇടപെടലുകൾ, ഇതൊക്കെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യയിലേക്ക് നയിച്ചു. പിന്നോക്ക വിഭാഗ സമൂഹം, നിങ്ങളുടെ പിന്നോക്ക വിഭാഗ നിലപാട്, ഇതൊക്കെ കണ്ടില്ലേ ഈ ഇടയിൽ കയറി പറയുന്നത്. ഇതൊക്കെ തന്നെ ഞങ്ങൾ നിർത്തേണ്ടത്. ഇതൊന്നും പുതിയ കാലത്ത് ആരും തീർച്ചയായും ശ്രീ മുഹമ്മദ് നിങ്ങളുടെ വിഷയം കണ്ടില്ല എന്ന് നടിക്കരുത്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ അസഹിഷ്ണുത ഇത്തരം സമീപനങ്ങൾ എടുക്കുന്ന, ഞാനൊന്ന് പറയട്ടെ, ഈ പറയുന്ന, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറയുമ്പോ നിങ്ങൾ പറയുമ്പോ ഞാൻ എന്തേ മിണ്ടിയോ? നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടിയിട്ടില്ലല്ലോ. നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടിയിട്ടില്ലല്ലോ. ഈ അസഹിഷ്ണുത എന്നുള്ളതൊക്കെ പ്രസംഗത്ത് പറയാനുള്ള സാധനമല്ല. അവനവന്റെ വിഷയങ്ങൾ വരുന്ന സമയത്ത് എടുക്കുന്ന നിലപാട്. അപ്പൊ ചർച്ചയിൽ നിങ്ങൾ സഹിഷ്ണുത വെച്ച് പുലർത്തുന്നുണ്ടോ ഇല്ലെന്ന് പ്രസംഗത്തിൽ ഉപയോഗിക്കേണ്ട പദം മാത്രമല്ല, ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറയാം, സബ്ജക്റ്റിലേക്ക് വരാം. ഇനി നിങ്ങൾ ഈ പറയുന്നത് പോലെ കേരളത്തിലെ ഏതെങ്കിലും ക്യാമ്പസുകളിൽ ഇതുപോലുള്ള നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിനോട് യോജിക്കുന്ന സംഘടനയല്ല SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ അതിന്റെ സമീപനം പറഞ്ഞു, അഖിലേന്ത്യാ ഭാരവാഹികൾ പറഞ്ഞു. അത്തരം നിലപാടുകളോട് യോജിക്കുന്നവരല്ല. SFIയിൽ നിന്നുകൊണ്ട് ABVP സംസ്കാരം, വലതുപക്ഷ രാഷ്ട്രീയ സംസ്കാരം വെച്ചു പുലർത്തുന്നതിനോട് യോജിക്കുന്നവരല്ല SFIക്കാർ. SFI ജനാധിപത്യം, സ്വാതന്ത്ര്യം ഇവയൊക്കെ സംരക്ഷിക്കണം എന്ന് നിലപാടെടുക്കുന്നു. മാത്രമല്ല 970 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ക്യാമ്പസിൽ ഇതിനു വേണ്ടി നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഘടനയാണ് SFI. DYFI അടുത്ത് പരിശോധിക്കും. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. നിങ്ങളിപ്പോൾ ഇവിടെ എടുക്കുന്ന സമീപനം എന്താ? നിങ്ങളിപ്പോൾ എടുക്കുന്ന സമീപനം ക്യാമ്പസുകൾ നിങ്ങൾക്കെതിരാണ്. നിങ്ങൾക്കെതിരായ ക്യാമ്പസുകളിൽ നിന്നും സർക്കാരിനെതിരെയുള്ള ശബ്ദം ഉയരരുത്. ഇതാ നിങ്ങളുടെ സമീപനം. ഇത് ക്യാമ്പസിന് മാത്രമാണോ? ജല്ലിക്കെട്ട് സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തമിഴ്നാട്ടിലെടുത്ത സമീപനം എന്താ? മോഡിക്കെതിരെ മുദ്രാവാക്യം വിളിക്കരുത്. ഇങ്ങനെ ഒരു പുതിയ സമീപനം എടുക്കുന്നു. മോഡിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചവർ ദേശവിരുദ്ധരാണ്. അവിടെ നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾക്ക് വിമർശനം സഹിഷ്ണുതയോടുകൂടി കേൾക്കാൻ പറ്റില്ല.
അത് നിങ്ങളുടെ തത്വശാസ്ത്രം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഇങ്ങനെയുള്ള നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി. നിതീഷ് അവസാന ഘട്ടത്തിലേക്ക് വരുന്നതുകൊണ്ട് വളരെ ചുരുക്കി മറുപടികൾ എല്ലാവരും തന്നെ നൽകണം. അതായത് ഇതൊരു ദേശീയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നു. ഇനി യുക്തിഭദ്രമായ മറുപടികളാണ് ഉണ്ടാകേണ്ടത്, നിലപാടുകളാണ് ഉണ്ടാകേണ്ടത്. ബാലിശമായ പ്രതികരണങ്ങളാകാതെ ABVP ഭാഗത്തു നിന്നും ഇത്തരം വിഷയങ്ങളിൽ എന്ത് നിലപാടാണ് പ്രതീക്ഷിക്കേണ്ടത്? ശ്രീ കുറേ സമയം തരണം. ഒന്ന് രണ്ട് കാര്യമുള്ളത്. ശ്രീ മുഹമ്മദ് റിയാസിൻ്റെ ഈ വിഷയങ്ങൾ, അസഹിഷ്ണുത വിഷയമൊക്കെ കേൾക്കുമ്പോൾ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ക്യാമ്പസുകൾ നിങ്ങൾ പരിശോധിക്കണം. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് തൊട്ട് അങ്ങ് കാസർഗോഡ് വരെയുള്ള എല്ലാ ക്യാമ്പസുകളിലും SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭീകരമായിട്ടുള്ള വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുടെ എണ്ണി ഇവിടെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമല്ലോ. കേരളത്തിലെ ഓരോ നിമിഷത്തെയും വാർത്താ മാധ്യമങ്ങൾ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ലോ കോളേജിൽ അവിടുത്തെ ഒരു KSU പ്രവർത്തകനെ SFIക്കാരുടെ നേതൃത്വത്തിൽ ആക്രമിച്ച് അയാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടല്ലോ. പുലയക്കുടിൽ ഉണ്ടാക്കിക്കൊണ്ട് കോട്ടയത്ത് നാട്ടകം പോളിയിൽ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. SFIയുടെ സംസ്ഥാന സെക്രട്ടറി യൂണിവേഴ്സിറ്റി കോളേജിൽ ആക്രമിച്ച പെൺകുട്ടിയെ എതിർക്കാൻ വേണ്ടിയിട്ടും അവർക്കെതിരെ അനാവശ്യം പറയാൻ വേണ്ടിയിട്ടാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചത്. ഈ തരത്തിലുള്ള വിഷയങ്ങൾ നേരത്തെ പിന്നീട് സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത്, നേരത്തെ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ കാൽകാശിന്റെ വിലയില്ലാത്ത പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്ന വാക്കുകളാണ്. പക്ഷേ അതിനുശേഷം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇതേ അക്രമമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടി പറയാനുള്ളത്, നേരത്തെ ചോദിച്ച ചോദ്യം, ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം. ആ പെൺകുട്ടിയുടെ നീതി, ആ കുട്ടിയെ ആരാണ് ഈ തരത്തിലുള്ള പരാമർശങ്ങൾ ഉന്നയിച്ച് അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്? അങ്ങനെ ആ പെൺകുട്ടിക്ക് അപമാനം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ, അതിൽ പ്രതിയായിട്ടുള്ള ആരാണ്, അവരെ പുറത്തു കൊണ്ടുവരാൻ, വെളിച്ചത്ത് കൊണ്ടുവരാൻ, സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കാൻ ABVP ഒരുമിച്ച് തയ്യാറാകുമെന്നാണ് ശ്രീ നിതീഷ്. ശ്രീ ഭാർഗവ് റാം, അതായത് വ്യക്തതകളൊക്കെ വരുത്തേണ്ടത് നിങ്ങളെപ്പോലെയുള്ള പരിവാറിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. ഇക്കാര്യത്തിൽ ഈ പെൺകുട്ടി ഇങ്ങനെ ആക്രമിക്കപ്പെടേണ്ടവരാണോ? ഞാൻ അവസാനമായും ചോദിക്കുകയാണ്. ഇല്ല, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു, പ്രതികരണങ്ങൾക്ക് തിരിച്ച് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതിൽ യാതൊരു കാര്യവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. പ്രതികരണങ്ങൾ ഉണ്ടാകാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ബലാത്സംഗ പരാമർശം ആരെങ്കിലും നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് ഏതെങ്കിലും, ഇപ്പോഴും ഇവരൊക്കെ ആരോപിക്കുന്ന ABVPക്കാരെന്ന് മാത്രമേ ഉള്ളൂ, അതിന് യാതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു തെളിവ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം എന്നാണ് ഞങ്ങളുടെ. ഇത്തരം അസഹിഷ്ണുതയൊക്കെ ഭാഗമായി അസഹിഷ്ണുത എന്ന വാചകം ഈസ് ഈക്വൽ ടു സംഘപരിവാർ എന്ന നിലയിലേക്ക് എന്തേ വരുന്നു? ഇത് ഇവിടുത്തെ കേരളത്തിന്റെ മാത്രം പ്രത്യേകത. ഞാൻ പറയാം, നേരത്തെ എനിക്ക് എതിരെ വളരെ രൂക്ഷമായിട്ടാണ് ശ്രീ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. അതുപോലെ തന്നെ എൻ്റെ മാധ്യമ സുഹൃത്തും അതേ രീതിയിൽ തന്നെ ഭാഷയിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനം സംഘപരിവാർ വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഇരയുടെ കൂടെ നിൽക്കണം. നിങ്ങൾ വേട്ടക്കാരാണെന്ന് പറഞ്ഞു. ആരാണ് ഇരയുടെയും വേട്ടക്കാരൻ്റെയും ഡബിൾ റോഡത്ത് കേരളത്തിലെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കൽബുർഗിയെ നേരത്തെ പറഞ്ഞു. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് ഏത് സഹിഷ്ണുതയുടെ പേരിലാണ്? TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ഏത് സഹിഷ്ണുതയുടെ പേരിലാണ്? അതുപോലെ അരീൽ ശുക്കൂർ കൊല്ലപ്പെട്ടത് ഏത് സഹിഷ്ണുതയുടെ പേരിലാണ്? അതുപോലെ സക്കറിയ പയ്യന്നൂരിൽ നിന്ന് അടികൊണ്ട് ഓടിയത് ഏത് സഹിഷ്ണുതയുടെ പേരിലാണ്? CV ബാലകൃഷ്ണന്റെ കാര്യം അദ്ദേഹത്തിന് എത്രമാത്രം പീഡിപ്പിച്ചു? N പ്രഭാകരന്റെ നാടകം പ്രദർശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നാദാപുരത്ത് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഏത് സഹിഷ്ണുതയുടെ? നാട്ടിൽ മുഴുവനായിട്ട് ഊരവിലക്കുകളാണ്, പാർട്ടി ഗ്രാമങ്ങളിൽ മുഴുവനായിട്ടും ഊരവിലക്കുകളാണ്. അതുപോലെ ഇന്നത്തെ ദിവസം പറയേണ്ട ഒരു കാര്യമുണ്ട്. ചീമേനിയിൽ ഒരു വിനുസ്വാമി, അദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു സന്തോഷ് മാധവ് എന്ന് പറയുന്ന ഒരു കള്ളന്റെ പേരിൽ ചീമേനിയിലെ വിനുസ്വാമിയെ താടി അരിഞ്ഞിട്ട് റോഡിലൂടെ നടത്തിയതിന്റെ ഒരേ ഒരു കാരണം, ഒരേ ഒരു കാരണം, അവർ ഇവരുടെ ആശയവുമായിട്ട് സഹകരിച്ചില്ല എന്ന് മാത്രം. ഞാൻ പറയുന്നത്, വേട്ടയാടുന്നതും ഇവരാണ്, ഇരയോട് ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതും ഇവരാണ്, ഇരയുടെ വേഷം കെട്ടുന്നതും ഇവരാണ്. അത് സംഘപരിവാർ അല്ല കേരളത്തിന്റെ പശ്ചാത്തലത്തിലും. പിന്നെ ഇവരെ പറയാൻ ഡൽഹി ഒന്നും ഇവരാരും ഇല്ല. ആകെയുള്ളത് ഇവിടെയും പിന്നെ കുറച്ച് ത്രിപുരയിൽ ഉണ്ടാകുന്നതാണ് പറയുന്നത്. അപ്പോ ഈ കേരളത്തിൽ ഇവരുണ്ട് എന്ന് പറയുന്ന കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന കാര്യം എന്താണ്? ചെറിയൊരു ശതമാനത്തെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? ഇല്ലല്ല, ഒരല്പം പോലും ഭയപ്പെടുന്നില്ല, ഒരല്പം പോലും ഭയപ്പെടുന്നില്ല. എത്രമാത്രം പ്രതികരിക്കുന്നു അതിന് ഇരട്ടിയായിട്ട് തിരിച്ചു പറയുമ്പോൾ അവർ തന്നെയാണ് അസഹിഷ്ണുത, ഞങ്ങളെ തല്ലിയെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിയാസ്, അവസാനമായി ശ്രീ ഭാർഗവരാമന്റെ നിരീക്ഷണങ്ങൾക്ക് താങ്കളുടെ ഭാഷയിലെ വളരെ ചുരുക്കി. അല്ല, സംഘപരിവാറിൻ്റെ
അസഹിഷ്ണുതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ ഞാൻ പറയേണ്ടതില്ല. ഓരോ ദിവസം ഇവർ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഞാനിപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് സംഘപരിവാർ അസഹിഷ്ണുതയുടെ മുഖമുദ്രയാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടത് എല്ലാവർക്കും അറിയാം. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തു കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ്. CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി ആഫീസ് 8 തവണ ആക്രമിച്ച പ്രസ്ഥാനമാണ്. എവിടെയില്ല, ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും ഉള്ളൂ എന്ന് പറയുമ്പോൾ ഡൽഹിയിലെ ഞങ്ങളുടെ ഓഫീസ് ആക്രമിക്കേണ്ട ആവശ്യം എന്തിന്? കർണാടക സംസ്ഥാന കമ്മിറ്റി ആഫീസ് CPIM-ന്റെ ആക്രമിച്ചവരാണ് ഇവർ. അപ്പോൾ എന്തിനാ അവിടെ ആക്രമിക്കേണ്ട ആവശ്യം? അപ്പോൾ ഞങ്ങളുടെ ശബ്ദം ഇവർ ഭയക്കുന്നു, ഞങ്ങളുടെ നിലപാട് ഇവരെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഏത് നേതാവും ഞങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ട് നിങ്ങൾ പറഞ്ഞുകൊടുത്ത് വന്ന് പ്രസംഗിക്കുകയെ, ഇനി കുടുംബയോഗം നടത്ത്, ഇനി പ്രകടനത്തിൽ പങ്കെടുക്കുക ചെയ്തോ, ഞങ്ങൾക്ക് ഒരു എന്തായാലും മനുഷ്യന്റെ ജീവൻ അമൂല്യമാണ്. ആ അമൂല്യമായ മനുഷ്യ ജീവൻ യുവജന സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ വിഷയത്തിൽ നിങ്ങൾ രൂപപ്പെടുത്താൻ പോകുന്ന പ്രതിഷേധം എങ്ങനെ എന്നുകൂടി മുന്നോട്ട് വെച്ചാൽ. ഈ മാർച്ച് മാസം 6 മുതൽ 10 വരെ ഇന്ത്യയിൽ DYFI സിറ്റിസൺസ് അസംബ്ലി സംഘടിപ്പിക്കുകയാണ്. കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് ക്യാമ്പസിൽ SFI പോലുള്ള പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തുന്ന ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിറ്റിസൺസ് അസംബ്ലി സംഘടിപ്പിക്കുന്നു. എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അത് ഒരു നാട് ആഗ്രഹിക്കുന്ന പ്രവർത്തനമാണ്. ഒരു നാടിന്റെ ഭാവിയെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായ ക്യാമ്പസിനെ പിറകോട്ടടിപ്പിക്കുന്ന, ക്യാമ്പസിന്റെ വിയോജിക്കുവാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന, ജനാധിപത്യം അംഗീകരിക്കാത്ത ഇന്ത്യയിലെ ഭരണാധികാരികളെ, അവരെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, അവരെ റിമോട്ട് കൺട്രോളിൽ ചലിപ്പിക്കുന്ന RSSന്റെ ജനാധിപത്യ വിരുദ്ധതക്കെതിരെയുള്ള കോമൺ പ്ലാറ്റ്ഫോം രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരിക എന്നാണ് DYFI. ശ്രീ ദേവദാസ് അവസാനമായി ചുരുക്കി, വളരെ ചുരുക്കി. ആ സ്വാമിയോട് പറ, ഇന്നത്തെ ദിവസം തന്നെ 15 വർഷം മുമ്പേ 3000 ആളെ കൊന്ന് ചോരയിൽ, ഇതേപോലെ സ്വാമിമാരും പോലീസും മോഡിയും ഷാവും എല്ലാം 3000 മുസ്ലിംസിനെ കൊന്നിട്ട് ചോരയിൽ കുളിച്ച് നടന്ന 15ാം വാർഷികം ഇന്ന്. അതേപോലെ തന്നെയാണ് ആ പെണ്ണ് പേടിക്കുന്നത്. ഇത് ബലാത്സംഗം എന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥ് ഇന്നലെ പറഞ്ഞത് 20 കോടി മുസ്ലിംസിന് കബറടക്കാൻ സ്ഥലമില്ല ഇവിടെ, അതുകൊണ്ട് ദയിപ്പിക്കുന്ന നല്ലേന്ന് പറഞ്ഞ് ഇന്നലെ മാത്രം ഇങ്ങനത്തെ കാവ്യവും ഈ ബാബ രാംദേവ് പോലത്തെ കുറെ സ്വാമിമാരും എല്ലാം കൂടിയിട്ട് ഇതെല്ലാം സഞ്ജയ് ജോഷി RSSന്റെ ബലാത്സംഗത്തിലല്ലേ പിടിയിലായത്. എങ്ങനെയാണ് അടിസ്ഥാനത്തിൽ പറയട്ടെ, പൊതുവേദികളിൽ പറയുമ്പോൾ എന്തെങ്കിലും ഡോക്യുമെന്റിന്റെ ബേസിൽ പറയണം. അനാവശ്യമായിട്ട് നിങ്ങൾക്ക് നാക്കിൽ തോന്നുന്നു മുഴുവനായിട്ട് അങ്ങനെ ആരോപണമായിട്ട് അത് ബലാത്സംഗം, ഇത് ബലാത്സംഗം ഇഷ്ടംപോലെ ലിസ്റ്റ് ഞാൻ തരാം. കേരളത്തിൽ ഈ കഴിഞ്ഞ മാസം നടന്ന ബലാത്സംഗങ്ങളുടെ ലിസ്റ്റ് ഞാൻ തരാം. ഇങ്ങനെ നിങ്ങളൊരു മാധ്യമ പ്രവർത്തനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എവിടുന്നാണ് എന്താ പഠിക്കുന്നത്? ഈ മാസം കേരളത്തിൽ നടന്നതും ഭാരതത്തിൽ നടന്നതിന്റെ ബലാത്സംഗത്തിൽ ലിസ്റ്റാണോ എടുക്കേണ്ടത്? അതിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ പങ്കാണോ എടുക്കേണ്ടത്? ജയന്തം തൊട്ട് ഇങ്ങോട്ടുള്ള രാഷ്ട്രീയക്കാരുടെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ലിസ്റ്റ് ഞാൻ തരാം. ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കേണ്ട വിഷയമാണ് ഇത്. നിങ്ങൾ എന്ത് വിവരമാണ് പറയുന്നത്? ആര് എവിടെ കൊന്നതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇവരെ കേട് പറയുന്നതിന് കണക്ക് വേണ്ടേ? എന്താ പ്രതീക്ഷിച്ചത്? തീർച്ചയായും അസഹിഷ്ണുതയുടെ തലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ശ്രീ നിതീഷ്, ഒപ്പം തന്നെ ശ്രീ ഭാർഗവറാം, ദേവദാസ്, മുഹമ്മദ് റിയാസ്, നീതി ഉണ്ടാകുമോ? നീതി തന്നെ എല്ലാവർക്കും ഉണ്ടാകണം. അതിൽ ഈ പെൺകുട്ടിയും കൂടി, ഗുർമേഹർ കൂടി ഉണ്ടാകട്ടെ. കൊളുത്തിവെച്ച തീ എന്തായാലും പ്രതിഷേധമായി രൂപപ്പെടും എന്ന സൂചനയാണ് മുഹമ്മദ് റിയാസ് നൽകുന്നത്. ഒപ്പം തന്നെ പ്രതിരോധമായി അല്ലെങ്കിൽ പ്രതിഷേധം വെറും രാഷ്ട്രീയ ലാക്കോടുകൂടിയാണെന്ന് തന്നെയാണ് സംഘപരിവാർ സംഘടനകളും ABVPയും നിലപാട് സ്വീകരിക്കുന്നത്.